എന്തോ ചെയ്യാനോന്ന് പറ. ആരാടാ? വീട്ടിൽ നിന്ന് വിളിക്കുവാ. അങ്ങ് ചൊറിയുവല്ലയോ? എനിക്ക് അതിന്റെ ബാക്കി അവള് വിളിച്ചാൽ എനിക്ക് ചൊറിഞ്ഞാൻ കേറും. അയ്യോ അതല്ല, ഇത് ഇട്ടേക്കുന്നത് എനിക്ക് ഇതിനകത്ത് ചൊറിയുവാ. അതിനകത്തൊരു ഈർക്കൽ വല്ല ഇട്ടൊന്ന് കുത്തിയാ മതി. മതിയോ? നീ ഇഞ്ചക്ഷൻ എടുത്തിട്ട് എങ്ങനെ ഉണ്ട് ചോദിക്കട്ടെ. ഇന്നലെ ഇഞ്ചക്ഷൻ എടുത്തിട്ട് എങ്ങനെ ഉണ്ട്? ആരോടാ? ഇന്നലെ എനിക്കിട്ടാന്നാ കുത്തിയ. എവിടെ കുത്തിട്ട് അങ്ങ് പോയില്ലേ സിസ്റ്റർ? മെത്തക്കിട്ടോ? പിന്നെ മെത്തക്ക് എന്താ പറ്റി? എനിക്കറിയാം അയ്യേ. സത്യത്തിൽ ആ നേഴ്സിനെ ആദ്യം ചികിത്സിക്കണം. പിന്നല്ലാതെ അതല്ലേ ചെയ്യേണ്ടത്. ഓ അണ്ണ എന്താ കഴിച്ചണ്ണ? ഞാന് അല്പം എവിടുന്ന് കിട്ടി? അല്പം എന്നാ പറഞ്ഞേ. അല്പം പറഞ്ഞു വരട്ടെ. അല്പം കഞ്ഞി കുടിച്ചു. ആ അല്പം കഞ്ഞി കുടിച്ചിട്ട് ഇരിക്കുവാ. കൂട്ടിയിരിക്കുന്നത് ആരാ? കൂട്ടിരിക്കുന്ന എന്റെ മൂത്ത മോൻ. അതാണ് ഞാൻ ചോദിച്ചേ. ഓ ഇളയവനോ? ഇളയവൻ അവളെ കൂട്ടിരിക്കുവാ. എടാ നിന്റെ കൂടെ ഇവിടെ ആശുപത്രി കൂട്ടിയിരിക്കുന്ന ആരാ? നമ്മക്ക് ആരെങ്കിലും ഉണ്ടോ കൂട്ടിരിക്കാൻ? എല്ലാവർക്കും നമ്മുടെ പൈസ മതി. എന്റെ സഹോദരങ്ങൾ പോലും ഇല്ലയോ? ഓ ഒരു പെങ്ങളുണ്ട്. അവളെ കെട്ടിച്ചേക്കുന്നേ അങ്ങ് തെങ്ങമത്താ. ഞാനാണോ? അന്നേരം പരിചയമുണ്ടോ? സംസാരിക്കണം. ഇല്ല പറ. ഈ ചെറുക്കനാണെങ്കിലേ മദ്യപാനിയവൻ. മദ്യം പോട്ടെന്നാ കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ ഈ ഇടയ്ക്കുണ്ട് ഇവൻ പറയാൻ മൂത്ത ചെറുക്ക അവന്റെ അങ്ങ് സംശയോ. എന്താ ചെയ്യാൻ പറ്റുമെന്നാ? എടാ അതിനൊക്കെ ഒരു ടെസ്റ്റ് ഉണ്ട്. എന്നാ ടെസ്റ്റാ? DDT ടെസ്റ്റ്. പെങ്ങള് പറ്റുന്നത് ഉറുമ്പ് കുഞ്ഞിനെയാണോ? അല്ല നിനക്ക് എന്തുവായിരുന്നു പണി? എന്തുവായിരുന്നു? അണ്ണാ എനിക്ക് പെയിന്റിങ്ങിന്റെ പണിയായിരുന്നു. എനിക്ക് ഗുരു ഉണ്ടായിരുന്നു പെയിന്റിങ് പണിക്ക്. ഈ പുള്ളിക്കാരന്റെ കൂടെ കഴിഞ്ഞ ആഴ്ച പണിക്ക് പോയത് സ്വർണ്ണക്കടക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി എന്നെ വിളിച്ചോണ്ട് പോയി. എന്റെ അകത്ത് ഞാൻ ഇങ്ങനെ പെയിന്റ് അടിച്ച് ഇങ്ങനെ വരുവാ. അപ്പൊ ഭിത്തിക്കകത്ത് എഴുതി വെച്ചേക്കുന്ന പണിക്കൂലി കുറവാണ്. അപ്പോഴേ ഞാൻ പ്രശ്നം കഴിവി. നിന്റെ പണിക്കൂലി അല്ല കുറവ്. പിന്നെ അവിടെ പണിയുന്ന സ്വർണത്തിന്റെ പണിക്കൂലിയാ കുറവ്. നിനക്കൊരു തച്ച് കിട്ടത്തില്ലായിരുന്നോ? ഞാൻ അന്നേരം ഇറങ്ങി വന്നപ്പോ പറ്റിയതാ ഈ ആക്സിഡന്റ്. അവിടെ നിന്നാ മതിയായിരുന്നു ഇല്ലയോ? മതിയായിരുന്നു. ആ സ്വർണ്ണക്കടക്കാരന്റെ പ്രാക്കാന്ന് തോന്നുന്നു. ആണല്ലോ. ഒരു എന്തായാലും അവന് നല്ലപോലെ നിന്നെ പ്രാഗിട്ടുണ്ട്. ഉണ്ടല്ലയോ? പണ്ട് കാലം എന്താ പറ്റിയത്? എന്റെ എടാ എനിക്ക് സത്യം പറഞ്ഞ മറവി ഭയങ്കര മറവിയാ. ഇപ്പൊ എന്തോ ചോദിച്ചേ? അവന്റെ കാലിന് എന്താ പറ്റിയതാ? കാലിന് എന്റെ പെണ്ണുമ്പിള്ള പറഞ്ഞ് ഞാൻ വെള്ളം അടിച്ചിട്ടൊന്നും അലമ്പാന്നു. ആയിരിക്കും, ഞാൻ മറന്നുപോയില്ലയോ? അപ്പൊ ഞാൻ എന്തോ ഒരു ദിവസം ഞാൻ ഓർത്ത് ഇനിയും ജീവിച്ചിട്ട് കഥയില്ല, ചത്തുകളയാ. ഞാൻ പറമ്പിൽ പോയി ഒരു ആഞ്ഞിലി ഉണ്ട് ഞങ്ങൾക്ക്. ചൂട് മൊത്തം പാറയാ. ഞാൻ എന്റെ മണ്ടേ കയറി കുരുക്കൊക്കെ ഇട്ട് സെറ്റാക്കിയിരുന്നു. മടിയിലിരിക്കുമായിരുന്നു ഫോണ്. അത് ഞാൻ എടുത്ത് നോക്കാൻ പെണ്ണുമ്പിള്ളയാ. ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു, എടി എനിക്ക് ഇനിയും വയ്യ, നീ 2 കുഞ്ഞുങ്ങളെ നോക്കണം, തീരാൻ പോവാ, ഞാനിപ്പൊ ചാകാൻ പോവാന്ന് പറഞ്ഞു ഫോണും വെച്ച് എടുത്തൊരു ചാട്ടം. വീണോ? പ്ലാങ്കമ്പാണോ? അടുത്ത കുരി കിട്ടില്ലടാ. ഞാൻ ആ പാറക്കത്തല്ലേ വന്ന് വീണ്. അങ്ങനെ കാല് ഒടിഞ്ഞത്. നീ അവിടെ പ്രാർത്ഥനയാണോ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയാന്ന് നടത്തില്ല. നിസ്സാര പരിക്കോടെ ഞാൻ രക്ഷപ്പെട്ടു. ഇല്ല ഞാൻ ചത്തുപോയേന്. പിന്നെ ഇല്ലെങ്കിൽ ആരേലും പിന്നെ വരാനുണ്ടോ? ഇല്ല. അത് തന്നെയല്ല, ഇനി ഒരു കാലത്തും അങ്ങനെ ചെയ്യത്തില്ലയോ? അല്ലെന്ന് ഇപ്പൊ ഒരു കാലത്തും ഇതെത്തത്തില്ല. ഓ അങ്ങനെ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ആരും ഇപ്പം വരാനില്ല. പിന്നുള്ളത് കുറച്ച് ആടാ. ഓ ആളുടെ ആടാ? എന്റെ ആടാ. ദേഷ്യപ്പെടുന്നേ? എടാ എന്റെ ആടാന്ന്. ഓ അങ്ങനെ. എന്നിട്ട് ഇപ്പൊ അവിടുന്ന് പിള്ളേർ വിളിച്ച് പറയും ആടിനെ വയറിളക്കം. അവര് പഴത്തൊലി കൊടുത്തോണ്ടിരിക്കുവാ. അയ്യോ സംഭവം എന്തോന്നറിയാവോ? ഈ പഴത്തൊലി കൊടുത്തിട്ടേ വയറി പിടിച്ച് കാണത്തില്ല. അങ്ങനൊക്കെ ഉണ്ടോ? പിന്നെ എന്നാ പാറയുണ്ടായിരുന്നു. ഒന്ന് സുലേ ഒന്ന് വിളിക്കട്ടെ. എടി സുലേ. അവളെ എപ്പോഴും എൻഗേജാ. സുലേ. എടി ആടിന് നീ പഴത്തൊലി കൊടുക്കുവാന്നോ? കൊടുക്കുമ്പോ അതിന്റെ വയറിന് പിടിച്ചോണം, മുറുക്കി പിടിച്ചോണം കേട്ടോ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ പഴത്തൊലി കൊടുത്തില്ലയോ, അത് ദഹിച്ച് കാണത്തില്ല. തെളിച്ച് പറയണ്ടായിരുന്നോ? സുരേ വെക്കല്ലേടി. പിടി വിട്ടാരെ. അതിന്റെ അല്ല, നിമ മാറി മാറി വർത്താനം പറയുക. ശരി ശരി. വയറൊന്നു പോകുന്നുണ്ട്. ഞാൻ ബാത്റൂമിലൊന്ന് പോട്ടെ. പോട്ടോ. ഞാൻ ഗുളികയും കഴിച്ചില്ല. ഡോക്ടർ വരുവാന്ന് പറയണടാ. പറയാം. അയ്യോ പോട്ടോ. ഡോക്ടർ വരുന്നതിന് ഞാൻ വരാം. ശ്രദ്ധിച്ചോളാടാ. അതെവിടെ പോയോ എന്തോ? എടാ സുരേഷേ തപ്പുന്നേ. ഓ ഗുളിക പിന്നെ ഉന്നം തെറ്റി പോയി. നീ എന്നേലും ഒരു ദിവസം ഈ ഗുളിക നീ കഴിച്ചിട്ടുണ്ടോ? ഉന്നം ഇല്ലണ്ണാ. അല്ല അത് കഴിച്ചാലും നിന്റെ അസുഖം മാറത്തുള്ളടാ. നിന്നോട് പറഞ്ഞ മനസ്സിലാവും. പെട്ടെന്ന് വന്നോ? എടാ എന്തോ ചെയ്യാൻ, ഞാൻ ഇവിടുന്ന് ഒന്തി അക്കരെ വെള്ളം അങ്ങ് തീരും. ഇപ്പൊ 3ാമത്തെ പോക്കായി പോകുന്നത്. എന്റെ വെള്ളം എടുത്തോണ്ട് പോകും. ഇല്ല വെള്ളം. ഓ മനസ്സ് മടിച്ചടാ. ഇനിയിപ്പോ ഞാൻ പോകുന്നില്ല. തന്നെയല്ല എനിക്ക് ഇതിനകത്തൊന്നും വലിയ വിശ്വാസവും ഇല്ല. എടാ സോമൻ എന്തിയാടാ ഇവിടെ കിടന്നേ? എനിക്കറിയാൻ വയ്യ. രാവിലെ ഇവിടെ ഒരുങ്ങി നിൽക്കുന്നവണ്ട്. എനിക്ക് തോന്നുന്നു വീട്ടിൽ പോയതായിരിക്കും. വീട്ടിൽ പോയതല്ല, അവന്റെ കഞ്ഞിപ്പാത്രം മൂത്രപാത്രം തലവണ എല്ലാം ഇവിടെ ഇരിക്കുക. മനുഷ്യനെ പറഞ്ഞു പറ്റിക്കുന്ന
എത്ര നേരം കൊണ്ട് ഞാൻ 8 മണി മുതൽ അവിടെ നിൽക്കും അറിയാം. ആരാ വാട്ടി കിടന്ന് ബഹളം ഉണ്ടാക്കുന്നേ? സൈലൻസ് സൈലൻസ്. ഇവര് പോയില്ലേ അണ്ണാ ഇതുവരെ? നീ അറിഞ്ഞില്ലയോ? 8 മണിക്ക് നിന്നെ ഇവിടെ വന്ന് തിരക്കാ അവര്, മേരി സിസ്റ്റർ. അണ്ണാ ഞാൻ രാവിലെ 8 മണി ആയപ്പോൾ റെഡിയായി. ഞാൻ ആ ഗേറ്റിന്റെ അവിടെ നോക്കിയാ ആ സിസ്റ്റർ ഇവിടെ വന്നു. ആ സമയം കൊണ്ട് നീ എന്താ അവിടെ പോയി നിന്നേ? അപ്പൊ നിങ്ങൾ ഇതൊന്നും കേട്ടോണ്ടിരിക്കല്ലോ. ഇന്നലെ സിസ്റ്റർ വന്ന് പറഞ്ഞത് എന്തുവാ? രാവിലെ 8 മണിയാകുമ്പം റെഡി ആയി നിൽക്കണം, ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞോ. ഞാൻ നമ്മുടെ സന്തോഷിന്റെ വെള്ളിമൂങ്ങയും വിളിച്ചിട്ട് ഈ സിസ്റ്ററെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുക. വരണ്ടേ മണ്ട, അതല്ല പറഞ്ഞത്. രാവിലെ 8 മണിക്ക് എനിക്ക് ട്രിപ്പ് കുത്തിവിടണമെന്ന്. അയ്യോ അങ്ങനെയാണോ പറഞ്ഞേ? പിന്നെ ഒന്ന് എന്റെ കൈ ഒന്ന് നോക്കിക്കേ. ആ നല്ല കൈയാണല്ലോ. അതാണ് കൈയിരുന്ന് വിറയ്ക്കുന്ന വേണ്ടോ? ആ കഴിക്കാൻ എന്റെ ആകെ പടം 100 രൂപ ഉള്ളായിരുന്നു. അതിന് ഞാൻ അത്തറും വാങ്ങിച്ച് ദേഹത്ത് തേച്ചു. ഒരു ട്രിപ്പ് വലിയ മണക്കെട്ട്. മണക്കെട്ട് ഇതുപോലൊരു പൊട്ടൻ ചേർക്കൻ. ഈ കഴിഞ്ഞ ദിവസം എന്റെ കാല് വയ്യായിരിക്കുമല്ലോ, പിന്നെ ഞാൻ പറഞ്ഞ എന്റെ കൂടെ കടയിൽ നിന്ന് വരും തോർത്ത് മേടിക്കാനാന്ന് പറഞ്ഞു. ഇപ്പം വന്നു. ഇപ്പം വന്നിട്ട് ആ കടയുടെ തിന്നക്കേ ആ വരാന്തയിൽ ഈ ബൊമ്മ നിപ്പില് സാരിയൊക്കെ ചുറ്റി ആ ബൊമ്മയുടെ കയ്യിൽ മൊബൈൽ നമ്പർ എഴുതി കൊടുത്തിട്ട് പറയാ വാട്സാപ്പിൽ ഒരു കായ് ഇട്ടേക്കണേന്ന്. ഇവന് ആ ബൊമ്മ എവിടെ നിന്ന് എടുത്ത് മാറ്റുകയാണോ? പ്രേമമാ പോലും. എനിക്കും ഉണ്ടായിരുന്നു പ്രേമം. ഈ ബൊമ്മയോടാണോ? ബൊമ്മയോടല്ല, ഞങ്ങൾ നാട്ടുമ്പുറത്തുകാരില്ലയോ അണ്ണാ. അപ്പൊ അവിടെ മൊത്തം അങ്ങ് റബ്ബറുണ്ടേ. ആര്? നാട്ടുകാരെ. നാട്ടുകാർ റബ്ബർ. അപ്പൊ ഞാൻ അതുവഴി ഇങ്ങനെ നടന്നു പോകും, രാവിലെ പണിക്ക് പോകുന്നത്. അപ്പൊ അതുവഴി ഒരു പെണ്ണ് വരും, റബേക്ക. ആരൊക്കെന്നല്ല, ഒരു റബേക്ക. അതൊരു പെണ്ണിന്റെ പേരാണ്. അവളോട് ഞാൻ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. അണ്ണാ ഒരു ഗൾഫുകാരൻ പോലെ കാണാൻ വന്നു. അവൾക്ക് അവനെ അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഇവിടെ എന്നോട് വന്ന് പറയുവന്നല്ലോ, ഇനി എന്നെ വേണ്ടാന്ന്. എന്നിട്ട് ഗൾഫുകാരൻ ഒരു കൂടി സിഗരറ്റ് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്ന് എനിക്ക് തന്നിട്ട് അവൾ അവന്റെ കൂടെ അങ്ങ് പോയി. ഇവളുടെ വിചാരം എന്തുവാ, ഞാൻ ഈ സിഗരറ്റും വലിച്ചോണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നു. ഞാൻ ആരുടെയൊക്കെയാ മോൻ? എനിക്കറിയാവോ? അതല്ല, ഞാൻ ആരാ മോൻ? എനിക്ക് ഐഡിയ വന്നു. ഞാൻ ആ സിഗരറ്റ് ഉടനെ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തോളം സന്തോഷിന് വലിക്കാൻ കൊടുത്തു. ചുരുക്കം പറഞ്ഞ റബേക്ക കാരണം ഇപ്പൊ സന്തോഷം വലിച്ചോണ്ടിരിക്കുവാ. അതാ സത്യം. അങ്ങനെ പ്രണയമല്ലോ ഉണ്ടായിരുന്നു അണ്ണാ? എനിക്കോ? ഞാൻ പറയാം. എനിക്ക് എന്റെ വീടിനടുത്ത് നല്ലൊരു പ്രണയം ഉണ്ടായിരുന്നു. പ്രണയം ഉണ്ടായിരുന്നു പറഞ്ഞ ഒരു ദിവസം അവൾ എന്നെ വീട്ടിലോട്ട് വിളിച്ചു. ഞാൻ സിസ്റ്റർ പോയി ആണം പറയണ. എന്നിട്ട് ഫ്ലോ പോയടാ, പറഞ്ഞു വന്ന ഫ്ലോ പോയി. എന്തോ കാര്യം ഞാൻ ചുരുക്കി അങ്ങ് പറയാം. അവള് തേച്ചിട്ട് പോയി. കൊള്ളാം. ആ കാര്യം പറഞ്ഞപ്പോഴാ എനിക്കുണ്ട് ഇതുപോലെ തേച്ചെടുക്കാതാ. വീട് പണി നടക്കുവാന്നോ? വീട് പണി നടക്കുന്നതിന്റെ എന്നാ ഞാൻ പണിക്ക് പോയ സമയത്ത് ഞാൻ എന്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, എടി വൈകിട്ട് 5 മണിയാകുമ്പോ ഞാൻ വീട്ടിൽ വരും കേട്ടോ. എന്നിട്ട് ഡോക്ടർ നമുക്കൊരു കാര്യം ചെയ്താലോ, വെളിയിൽ എവിടെയെങ്കിലും ഒരു റൂം എടുത്തിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് കയറി വന്ന് കിടന്നാൽ